താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് സംഘർഷത്തിൽ സമരസമിതി ചെയർമാനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പോലീസ്. കുടുക്കിൽ ബാബു വിദേശത്തേക്ക് കടന്നതിന് പിന്നാലെയാണ് പോലീസിന്റെ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താമരശ്ശേരി പഞ്ചായത്തിൽ നിന്ന് ബാബു ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. VS രഞ്ജിത്ത് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഇവിടെ ഒളിവിൽ പോയ വ്യക്തിയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഇപ്പോൾ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭാവി എന്താകും? ആര്യ കീർത്തന, ഈ ഫ്രഷ് കട്ട് സമരസമിതി നായകൻ ഈ സമരത്തിനും സംഘർഷത്തിനും ശേഷം വിദേശത്ത് കടന്നിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന ഉൾപ്പെടെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 8ഓളം കേസുകളുണ്ട്. ഈ കേസുകളിലാണിപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അദ്ദേഹം വിദേശത്താണ്, ദുബായിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം നാട്ടിലെത്തിയിട്ടില്ല. പക്ഷെ നാട്ടിലെത്താതെ തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ ആളുകൾ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. താമരശ്ശേരി പഞ്ചായത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹം നാട്ടിലില്ലാതെ തന്നെ, ഇത് വിദേശത്ത് നിന്നുകൊണ്ട് തന്നെ മത്സരരംഗത്തുണ്ടാവണമെന്നും വാർഡിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമില്ല, അദ്ദേഹത്തിന് വേണ്ടി മറ്റുള്ളവർ പ്രചരണം നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ സമരസമിതിയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആഫീസ് റഹ്മാൻ എന്നൊരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കുടുക്കിൽ ബാബു നാട്ടിൽ വരാത്തതിനെ തുടർന്നാണ്, വിദേശത്ത് തുടരുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. VS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി. നമുക്ക്